ജോർജ്, എന്തുകൊണ്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം തന്നെ CMRലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ വേണം എന്ന് കടുംപിടുത്തം താങ്കൾ ഉന്നയിക്കുന്നത്? എന്തുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള അന്വേഷണമായ കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ സമിതിയുടെ അന്വേഷണം അത് പോരെന്നുള്ള തോന്നൽ? നമ്മളെ സംബന്ധിച്ച് ഈ കേസ് ഒരു കമ്പനിക്കുള്ളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം നിലനിൽക്കുന്ന ഒരു കേസല്ല. അതിനപ്പുറത്തേക്ക് കേരള സംസ്ഥാനത്ത് ഒരു വ്യവസായ സ്ഥാപനം നടത്തുവാൻ അവർ 135 കോടി രൂപ വിതരണം ചെയ്തിരിക്കുന്നു. ആർക്കൊക്കെയാണ്? കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക്, ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക്, അങ്ങനെ വിവിധ മഹത് സംഘടനകൾക്ക്, മാധ്യമങ്ങൾക്ക്, അങ്ങനെ വിവിധ ആളുകൾക്ക് ഇവർ വിതരണം ചെയ്തിരിക്കുന്നു. കമ്പനീസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള സെക്ഷൻ 210 അനുസരിച്ചുള്ള എൻക്വയറി എപ്പോഴും കമ്പനി നിയമങ്ങളുടെ, കമ്പനീസ് ആക്ട് പ്രകാരമുള്ള നിയമങ്ങളുടെ പരിധിയിൽ നിൽക്കുന്നതാണ്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇത് കറപ്ഷൻ നടന്നിട്ടുണ്ട്, അവിടെ നിന്നും കരിമണൽ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ വിവിധ സെക്ഷനുകൾ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. സെക്ഷൻ 210 അനുസരിച്ചുള്ള എൻക്വയറിയിൽ നമുക്ക് എപ്പോഴും കമ്പനിയിൽ നിന്ന് നടത്തിയിട്ടുള്ള തെരുമറികൾ മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് ഇത് സീരിയസ് ഫ്രോഡ്, ഇത് ഈ വിഷയത്തെ സീരിയസ് ഫ്രോഡായിട്ടല്ലേ കാണാൻ കഴിയും. നിങ്ങളുടെ ക്യാപ്ഷൻ തന്നെ അതാണല്ലോ, സീരിയസ് ഫ്രോഡായി മാത്രമേ ഈ വിഷയത്തെ കാണാൻ കഴിയൂ. അതുകൊണ്ട് ആണ് സെക്ഷൻ 212 അനുസരിച്ചുള്ള എൻക്വയറി ആവശ്യപ്പെട്ടിട്ട് ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ശ്രീ ഷോൺ ജോർജ്, രണ്ടിടത്തും ബംഗളൂരുവിലും കൊച്ചിയിലും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടത്തിയതാണല്ലോ. അത് വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെയും നടത്തി, CMRലിനെതിരെയും നടത്തി, അതുപോലെ തന്നെ KSIDCക്കെതിരെയും അന്വേഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം അതെന്തുകൊണ്ട് വന്നില്ല? പകരം ഈ സമിതിയെ നിയമിച്ചു. അതെന്തുകൊണ്ടാണ്? ലഘൂകരിക്കുന്നതിന് വേണ്ടിയാണോ? ഈ അന്വേഷണം ലഘൂകരിക്കുന്നതിന് വേണ്ടിയാണോ? അതൊരു സ്വാഭാവികമായിട്ടും എൻ്റെ പരാതി പ്രകാരം ROCയോടാണ് ഈ വിഷയം അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടത്. ROC നൽകിയ നിർദ്ദേശത്തിൽ തന്നെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടില്ല, എനിക്ക് ഔദ്യോഗികമായ കോപ്പി ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും മാധ്യമങ്ങളിൽ നിന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞതും ഞാൻ ഈ മാധ്യമങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ മാത്രമേ എനിക്ക് അതിനകത്തുള്ളൂ. അവിടെ തന്നെ അവർ EDയുടെയും CBIയുടെയും ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ, കറപ്ഷനുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അന്വേഷണം വേണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രി ഇങ്ങനെ 210 അനുസരിച്ചുള്ള എൻക്വയറി ഓർഡർ ചെയ്തു എന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യമല്ല, എനിക്ക് വിശദീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ കമ്പനികാര്യ മന്ത്രാലയം എന്ന നിലയിലായിരിക്കാം 210 എൻക്വയറി ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ 135 കോടി രൂപ എവിടെ പോയി? ഇപ്പോൾ മുഖ്യമന്ത്രിയാണ് നമ്മൾ ഏറ്റവും കുറ്റം പറയുന്നത്, അല്ലേ? മുഖ്യമന്ത്രി ഇതിനകത്ത് പ്രതിയല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതിയല്ല എന്ന് സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം ഇത് മുഖ്യമന്ത്രി ശരിക്കും പറഞ്ഞാൽ ഈ അന്വേഷണം സ്വാഗതം ചെയ്യേണ്ടതാണ്. അദ്ദേഹം ഇതിനകത്ത് പ്രതിയല്ലെങ്കിലോ അന്വേഷണം നടന്നാലേ അറിയത്തുള്ളൂ. അപ്പോൾ 135 കോടി രൂപ എവിടെ പോയി, എന്ത് ചെയ്തു, ആരുടെ കയ്യിൽ പോയി? ആ വാങ്ങിച്ചവരൊക്കെ കേരള സംസ്ഥാനത്തൂടെ ചുറ്റിക്കറങ്ങി സ്വസ്ഥമായി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം, കേരള സംസ്ഥാനത്ത് ഒരു വ്യവസായ സ്ഥാപനം നടക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര കോടി രൂപ മറ്റും കൈക്കൂലി കൊടുത്തേ മതിയാവൂ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിച്ചൊരു വ്യവസായ സ്ഥാപനം നമ്മുടെ നാട്ടിലേക്ക് വരും? അതൊരു വലിയ പ്രശ്നമല്ലേ? ഒരു ഈ കേസിൻ്റെ അപ്പുറത്തേക്കൊന്ന് ചിന്തിച്ച്, ഇത്രമാത്രം കൈക്കൂലി കൊടുത്താൽ ഈ സംസ്ഥാനത്ത് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ കഴിയൂ എന്ന് പറയുന്നത് അത് തിരുത്തിയല്ലേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഷോൺ, ഇതിൽ CMRലും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയും തമ്മിലുള്ള ആ കരാർ ഉണ്ടല്ലോ, വിവാദമായ ആ കരാർ പ്രകാരം സേവനം നൽകാതെ തന്നെ, CMRൽ സേവനം നൽകാതെ തന്നെ ഓരോ മാസവും 5 ലക്ഷം രൂപ വീതം വീണ വിജയനും 3 ലക്ഷം രൂപ വീതം എക്സാലോജിക് കമ്പനിക്കും കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നും ഇതിനും അപ്പുറത്തേക്ക് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും, അതാണല്ലോ താങ്കൾ 135 കോടി രൂപയുടെ കാര്യം പറയുന്നത്, ഈ അന്വേഷണ പരിധിയിൽ വരണം. അതാണല്ലോ താങ്കളുടെ ആവശ്യം. അപ്പോൾ രണ്ടും രണ്ടായിട്ടാണോ അതോ രണ്ടും കൂടെ ഒരുമിച്ചുള്ള ഒരു അന്വേഷണമാണോ താങ്കൾ ആവശ്യപ്പെടുന്നത്? അങ്ങനെ വരുമ്പോൾ വീണ വിജയന്റെ കമ്പനിയുമായി CMRൽ നടത്തിയ ഇടപാടുണ്ടല്ലോ, അതിൽ വളരെ ചെറിയ ഒന്നായി മാറുമല്ലോ, ചെറിയ ഒന്നായിട്ട് മാറുമല്ലോ. 211 അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള സെക്ഷൻ 212 അനുസരിച്ചുള്ള ഒരു എൻക്വയറി വന്നാൽ ഈ SFIO എന്ന് പറയുന്ന ഏജൻസി പലപ്പോഴും നമുക്ക് പരിചിതമല്ലാത്ത അല്ലെങ്കിൽ ആളുകൾ കേട്ടിട്ടില്ലാത്തൊരു ഏജൻസിയാണ് SFIO. അപ്പോൾ അതുകൊണ്ടാണ് SFIക്ക് മുകളിലല്ല EDയും CBIയും ഇന്ത്യയിലുള്ള ഓരോ ഏജൻസികളും. SFIO എൻക്വയറി ഓർഡർ ചെയ്താൽ ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള മുഴുവൻ ഏജൻസികളും
SFIയുടെ നിർദ്ദേശപ്രകാരം അവരോട് സഹകരിക്കാൻ നിർബന്ധിതരാവും. അങ്ങനെയാണ് നിയമം. അതുകൊണ്ട് തന്നെയാണ് SFI എൻക്വയറി വേണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ കറപ്ഷൻ അന്വേഷിക്കാൻ എനിക്ക് CBI എടുത്തു പോയി ഞാൻ പരാതി കൊടുക്കുക, അല്ലെങ്കിൽ മറ്റേ ഇതിനകത്തെ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാൻ ഞാൻ EDക്ക് പരാതി കൊടുക്കുക, കമ്പനീസിൽ ഉണ്ടായിട്ടുള്ള കമ്പനീസ് ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ ഞാൻ ROCക്ക് പരാതി കൊടുക്കുക. ഇങ്ങനെ എനിക്ക് പരാതിയായിട്ട് നടക്കുന്നതിന് ഒറ്റ എൻക്വയറിക്ക് ഇതെല്ലാം എല്ലാ സെക്ഷൻസും നമ്മൾ ആരോപിച്ചിട്ടുള്ള മുഴുവൻ കുറ്റകൃത്യങ്ങളും ഒറ്റ ഏജൻസിക്ക് അന്വേഷിക്കാൻ കഴിയുമെങ്കിൽ ആ അന്വേഷണമല്ലേ ആവശ്യം. അതാണ് എൻ്റെ ആവശ്യവും. ശരി, അഡ്വക്കേറ്റ് BN ഖാസ്കർ, ഇത്തരം ഒരു അന്വേഷണത്തിന് എന്താണ് തടസ്സമുള്ളത്? SFIO പറഞ്ഞാല് പ്രൊഡക്ഷൻ ശരി, ഷോൺ തുടർന്നോളൂ. എന്താണ് ഷോൺ തുടർന്നോളൂ. ഒരു പക്ഷേ കോടതിയുടെ ഞാനിപ്പോൾ ഈ മുമ്പ് നിങ്ങൾ മഞ്ജുഷ പറഞ്ഞ ഒരു കാര്യത്തിന് വിശദീകരണം പറയുകയാണ്. എക്സാലോജി കമ്പനിയും CMRലും തമ്മിലുണ്ടാക്കിയ എഗ്രിമെന്റ് എന്താണ്? അവരുടെ സർവീസ് AMC ഉൾപ്പെടെയുള്ള സർവീസുകളാണ് പറഞ്ഞേക്കുന്നത്. വീണയുടെ എക്സാലോജി കമ്പനിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് അവരുടെ 100% ഇൻകവും വന്നിട്ടുള്ളത് പ്രൊഡക്ഷൻ, സപ്ലൈ ആൻഡ് ഡോക്യുമെന്റേഷൻ ഓഫ് റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ. ഈ റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ ഏതാണ് പ്രൊഡക്ഷൻ നടത്തിയെന്ന് എനിക്കറിയത്തില്ല, സപ്ലൈ നടത്തിയെന്ന് അറിയത്തില്ല, അതിൻ്റെ ഡോക്യുമെന്റേഷൻ എന്താണെന്ന് അറിയത്തില്ല. ഞാനൊരു കാര്യം പറയാമല്ലോ, ഇതിനകത്ത് എവിടെയും സർവീസ് എന്നൊരു വാക്കില്ല. വീണ തന്നെ ഫയൽ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ സർവീസ് എന്നൊരു വാക്കില്ല. പിന്നെ എന്ത് സർവീസാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്? അപ്പോൾ ഇവിടെ ഇൻകം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ കൃത്യമായിട്ട് സർവീസ് കൊടുത്തിട്ടില്ലെന്ന് പറയുന്നു. അവർ തന്നെ ഫയൽ ചെയ്തിട്ടുള്ള, വീണ തന്നെ ഫയൽ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റിൽ സർവീസ് കൊടുത്തിട്ടില്ലെന്ന് പറയുന്നു. പിന്നെ എവിടെയാണ് ഈ സർവീസ് കൊടുത്തിട്ടുള്ളത്? ഇത് അഴിമതി പണമാണെന്ന് കേരളത്തിൽ ഇന്ന് ഈ വിഷയം അറിയാവുന്ന മുഴുവൻ പേർക്കും അറിയാം. ഇത് അഴിമതി പണമാണ്. അപ്പോൾ ഇതല്ലാതെ SFIO അല്ലാതെ മറ്റൊരു അന്വേഷണം കൊണ്ട് ഇത് തെളിയിക്കാൻ കഴിയില്ല. ശരി, അഡ്വക്കേറ്റ്